ഹലോ വ്യൂവേഴ്സ്, അപ്പൊ ബ്ലണ്ടർ ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര അതിനോട് അനുബന്ധിച്ച് പുതിയൊരു വീഡിയോ ക്ലിപ്പ് കൂടി നമ്മുടെ ദുൽഖർ സൽമാൻ പുറത്തു വിട്ടിട്ടുണ്ട്. ഫെയർ ഫിലിംസ് പുറത്തു വിട്ടിട്ടുണ്ട്. വെൻ ലെജൻഡ് ചിൽ, നമ്മുടെ മൈക്കിൾ ആൻഡ് ചാർലി, അതായത് നമ്മുടെ ലോകയിലെ ദുൽഖർ സൽമാനും ടോവിനോയും കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇപ്പൊ പിന്നെ കുറച്ചു മുന്നേ സോഷ്യൽ മീഡിയ വഴി ഇവര് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പം നമുക്കത് ജസ്റ്റ് കാണേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് ലോക ഇപ്പോഴും തിയേറ്ററിൽ വൻ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിൽ നിന്ന് ഇപ്പോഴും കളക്ട് ചെയ്യുന്നെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം ഈ പറയുന്ന പോലെ എന്താ പറയണ്ടേ 300 കോടിക്ക് മേലെ ഇപ്പം കളക്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ്. കേരളത്തിൽ നിന്ന് 100 കോടിക്ക് മേലെ ചിത്രം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി തുടരും എന്ന സിനിമ മാത്രമാണ് മുന്നിലുള്ളത്. അതിനോട് ഏകദേശം 5-6 കോടിയുടെ വ്യത്യാസം ഉള്ളൂ ഈ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ വൻ ചർച്ചാ വിഷയവും ഹിറ്റും ആയി കഴിഞ്ഞു സിനിമയുടെ 2ാം ഭാഗം ലോക 2 ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ അനൗൺസ് ചെയ്യും. ഓൾറെഡി അവര് സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറക്ടർ തന്നെ അതിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പം ആ 2ാം പാർട്ടിന് ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഓരോ ആഴ്ച ഇങ്ങനെ ഓരോരോ വീഡിയോകൾ ഇടുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ക്യാരക്ടർ കുറച്ചുകൂടി ക്യാരക്ടർ ഡീറ്റെയിൽ അടങ്ങിയ വീഡിയോകൾ, അങ്ങനെ പല പല സാധനങ്ങൾ അവര് ഇപ്പം പുറത്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നതും അതുപോലെ സാധനം വെൻ ലെജൻഡ് ചിൽ, നമ്മുടെ മൈക്കിൾ ചാർലി, നമ്മുടെ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ ടോവിനോ തോമസും തമ്മിലുള്ള ഒരു ഹ്യൂമർ സിറ്റുവേഷൻ ആണ് സംഭവം വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ശക്കം പാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇവരിടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ അടുത്ത പാട്ടിന് വേണ്ടി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അത് തന്നെയാണ് അവരുടെ വിജയം. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാട്ടിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക, അടുത്ത പാട്ട് മറന്നു പോകാതിരിക്കുക, ഈ സിനിമയെക്കുറിച്ച് മറക്കാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിടുമ്പോൾ ആൾക്കാർക്കുള്ളിൽ ഈ സിനിമയെക്കുറിച്ചുള്ള എന്താ പറയണ്ട മെമ്മറീസ് ഇങ്ങനെ അവർക്ക് ബിൽഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത പാട്ട് ഇറങ്ങുമ്പോൾ പിന്നെ കാഴ്ചക്കാർക്ക് അതിന് കാണാനുള്ള ആവേശം കൂടുകയും അതിന്റെ കഥ മറന്നു പോകാതിരിക്കുകയും ഒക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ട്രിക്ക് കൂടിയാണ്. ഓരോരോ ഡിലീറ്റഡ് സീനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്കുള്ള സീനായിരിക്കും, അങ്ങനെ അറിഞ്ഞുകൂടെ ഓരോരോ സീനുകൾ അവരിങ്ങനെ ഇറക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വെൻ ലെജൻഡ് ചിൽ എന്നുള്ള ഈ വീഡിയോ ദുൽഖർ പങ്കുവെച്ച ഈ വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. എടോ, എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ. ചാത്തന്മാരുടെ കോൺവെർസേഷൻ ആണ് കേട്ടോ. താല്പര്യമില്ല. എന്താ നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ 6 ബോറൻ. ഞാൻ ബോറനോ? താനാടോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. വലിയ കഥകളാണ്. 35 കൊല്ലം 199 പ്രദേശ്. ഇയാളൊരു മാതിരി എന്തിനാണ് ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീ ആവണം. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയാ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീരി. മൈക്കിൾ ചാപ്റ്റർ 2 ഞാനാ മോനെ. തന്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. പ്രൊഡ്യൂസറാണ് നിങ്ങൾ പറയുന്നത് കേട്ടാ. കെട്ടിക്കളയും. ഹിറ്റ്ലറിന് തട്ടിയത് താനല്ലടോ. സത്യം പറ. ഇത്ര വലിയ അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചാ നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? പുള്ളി എന്റെ അത്ര ഫണ്ണാണ്. അതിപ്പോ ആരാണിപ്പോ ചേട്ടൻ? അറിയാം. മൂത്തോന് തന്നെയാണ് അവന് വേണ്ടത്. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്. വരാന്ന് പറയടോ. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാൻ താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. അവൻ വരും. ആരായിരിക്കും?
ആടാ മോനെ, വേറെ ഏതൊക്കെ ഹെവി ഐറ്റം വരാമെന്നല്ലോ കേട്ടോ ഈ യൂണിവേഴ്സില്. പേട്ട. അപ്പൊ സംഭവം വേറെ ലെവലാണ് കേട്ടോ വരാൻ പോണ. ഈ ലോക എന്ന് പറയുന്ന ലോകയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടൊരു ഇൻട്രോ പോലെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആ ക്യൂരിയോസിറ്റി കയറ്റാൻ വേണ്ടിയിട്ട് ഇവരിപ്പം ഇറക്കി വിട്ടിരിക്കുകയാണ് ഈ സിനിമ. ഈ സിനിമയിൽ ഒരു അന്യായ വില്ലനാണ് വരാൻ പോകുന്നത്. ചേട്ടൻ, നമ്മുടെ ഈ ചാർലിയുടെ, നമ്മുടെ ടോവിനോ ചെയ്ത ക്യാരക്ടറിന്റെ ചാത്തന്റെ ചേട്ടനാണ് വരാൻ പോകുന്നത്. വേറെ ലെവലായിരിക്കും കേട്ടോ. പിന്നെ വില്ലൻ ചേട്ടൻ വേഷത്തിൽ വരുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ സൂം ചെയ്ത് നോക്കി ഇപ്പൊ ടോവിനോ തന്നെയാണെന്ന് തോന്നുന്നു. ആ ടോവിനോ ആയിരിക്കും മിക്കവാറും. ആ ടോവിനോയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നിലവിലുള്ള ചാത്തൻ ടോവിനോയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും. അവർ രണ്ടുപേരിക്കും മിക്കവാറും ഈ സെക്കൻഡ് പാർട്ടിൽ ഈ പറയുന്ന പോലെ ലീഡ് റോൾ ചെയ്യാൻ പോകുന്നത്. സൂം ചെയ്ത് നോക്കുമ്പോൾ ആ വില്ലൻ ക്യാരക്ടർ, ചേട്ടന്റെ ക്യാരക്ടർ ടോവിനോയുടെ മുഖം പോലെ തോന്നുന്നുണ്ട്. ടോവിനോ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫേം പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ ഈ പറയുന്ന പോലെ അടുത്ത പാർട്ടിൽ എനിക്ക് തോന്നുന്നു ഈ രണ്ട് ടോവിനോ ക്യാരക്ടർ തമ്മിലുള്ള ഒരു ഭീകര യുദ്ധം ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് ടോവിനോയുടെ ക്യാരക്ടർ അല്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഈ ചേട്ടൻ എന്നുള്ള മാസ് കഥാപാത്രമാണ് കേട്ടോ. ഈ 345 ചാത്തന്മാരുള്ളതിലെ ഇദ്ദേഹത്തിന്റെ ചേട്ടൻ, ഇപ്പൊ നിലവിലുള്ള ചാത്തന്റെ ചേട്ടൻ, ടോവിനോ ചെയ്ത കഥാപാത്രത്തിന്റെ ചേട്ടൻ വേഷം ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ടോവിനോ ആണെങ്കിൽ പൊളിക്കും കേട്ടോ. ടോവിനോയും അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഉള്ള ചാത്തൻ ടോവിനോ തമ്മിലുള്ളൊരു അന്യായ ഫൈറ്റ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ പറയുന്ന ദുൽഖറും ഇവരെ ഈ ഫൈറ്റിലേക്ക് എൻട്രി ആകുന്നു എന്നുള്ളൊരു ഹിന്റാണ് ഈ വീഡിയോയിലൂടെ ശരിക്കും പറഞ്ഞാൽ തന്നെ. അപ്പം ഈ ചാത്തന്റെ കൂടെ, ഇയാളുടെ കൂടെ, ടോവിനോയുടെ കൂടെ ദുൽഖറൂടെ ചേരിയാണ് ചേട്ടനെതിരെയുള്ള ഫൈറ്റിന് വേണ്ടിയിട്ട്. കാരണം ചേട്ടൻ കുറച്ച് ഡേഞ്ചറാണ്. ചേട്ടൻ മൂത്തോന് വരെ പേടിയുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ, അവരെ ഒതുക്കാൻ വരുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആ ക്യാരക്ടറിന്റെ പവർ, ആ ക്യാരക്ടറിന്റെ ആ ഒരു തീഷ്ണത, ആ ക്യാരക്ടറിന്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം അടുത്ത പട്ടത്തിൽ സ്കോർ ചെയ്യാൻ പോകുന്ന മെയിൻ ക്യാരക്ടർ ആയിരിക്കും കേട്ടോ ഈ ചേട്ടൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. വേറെ ലെവലായിരിക്കും പുള്ളി. കാരണം അത്രയ്ക്ക് വലിയ ഹൈപ്പുള്ള കൊടൂര വില്ലനായിരിക്കും വരാൻ പോകുന്നത്. എങ്കിലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പം വരാൻ പോകുന്ന അടുത്ത പാട്ടിൽ ഈ പറയുന്ന ടോവിനോയ്ക്കും ദുൽഖറിനും ഈക്വൽ വേഷം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന് എഗെയിനിസ്റ്റ് ആയിട്ടൊരു പവർഫുൾ, ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ വേണം. നമ്മൾ മറ്റേ ദേവാസുരത്തിലെ പോലെ ലാലേട്ടന് ഈ പറയുന്ന ഒരു നെപ്പോളിയൻ വന്നിട്ട് വില്ലൻ വേഷം ചെയ്യുന്ന കട്ടയ്ക്ക് നായകന് പറ്റുന്ന സൈസിലുള്ള പിന്നെ ഇമ്പാക്റ്റ് കിട്ടുന്ന ഒരു വില്ലൻ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ടോവിനോ തന്നെ ആയിരിക്കും മിക്കവാറും പിന്നെ വില്ലൻ വേഷത്തിൽ വരുന്നത്. കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ടോവിനോയുടെ ഒരു രൂപമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ആരാണോ ആ വില്ലൻ വേഷം ചെയ്യാൻ പോകുന്നത് അവർ കൊടൂര വില്ലനായിരിക്കും. സെക്കൻഡ് പാർട്ട് മിക്കവാറും അവർ തൂക്കും. അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പറയുന്ന ടോവിനോ അതുപോലെ തന്നെ പിന്നെ ദുൽഖർ സൽമാനും വരുന്നത്. അപ്പൊ അവർ തമ്മിലുള്ളൊരു ഫൈറ്റ് ആയിരിക്കും. മൂത്തോനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥ പോലെയാണ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പം മൂത്തോനൊരു വെല്ലുവിളി ആയിട്ടാണ്. അപ്പം മൂത്തോൻ മിക്കവാറും സെക്കൻഡ് പാർട്ടിൽ വരാനുള്ള സകല ചാൻസും കാണുന്നുണ്ട്. എനിക്കൊന്ന് മുഴുനീള റോള് ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുകയില്ലായിരിക്കും. പക്ഷെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കുറച്ച് പാർട്ടുകളിൽ മമ്മൂക്ക വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് സസ്പെൻസുകൾ നിറച്ചു വെച്ചിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇവരിപ്പോൾ വീഡിയോ, സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഈ വീഡിയോ ഇവർ ഇറക്കി വിട്ടേക്കുന്നത്. അപ്പോൾ ലോക 2 എന്ന് പറഞ്ഞ് തന്നെ അവർ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 മെയിനായിട്ട് വരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാത്തന്മാരുടെ ഒരു അയ്യര് കളിയായിരിക്കും. ടോവിനോയുടെ എനിക്ക് തോന്നുന്നൊരു അസാമാന്യ പെർഫോമൻസ് വരാൻ പോകുന്നുണ്ട് കേട്ടോ. ടോവിനോയുടെ ഇതിൽ ചെയ്ത വേഷമാണ് കേട്ടോ ദുൽഖർ സൽമാനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട ടോവിനോയുടെ. കാരണം ചാറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരുപാട് ട്രിക്ക്, ഒരുപാട് എക്സ്പ്രഷൻസ്, ഒരുപാട് ഗിമിക്സുകളൊക്കെ വേണ്ട ഒരു ക്യാരക്ടറാണ് ചാറ്റ് എന്ന് പറയുന്നത്. ഒടിയൻ ഈ പറഞ്ഞ പോലെ ഉണ്ട്. പക്ഷെ ഒടിയൻ നമ്മൾ മറ്റേ ലാലേട്ടന്റെ പടത്തെ കണ്ട ഒടി വെക്കുന്ന ആ പരിപാടി പോലെ ഒടിയനായി ഇതിന് എനിക്ക് തോന്നുന്നില്ല.
അറിയാൻ പാടില്ല. പക്ഷെ ഈ ടൊവിനോയുടെ എന്ന് പറയുമ്പോൾ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. പല വേഷത്തിൽ പല രൂപത്തിൽ പെട്ടെന്ന് രൂപം മാറാൻ കഴിയുന്ന ആ സൈസിൽ. അപ്പോൾ അതൊരു നല്ല വെല്ലുവിളിയുള്ള ഒരു കഥാപാത്രമായിരിക്കും ടോവിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് അഭിനയിച്ച് ഇപ്പം ഈ സിനിമയിൽ വരുമ്പോൾ അധികം പാട്ടില്ല ടോവിനോയ്ക്ക്. അപ്പോൾ അടുത്ത സിനിമയിൽ മുഴുനീള റോള് വരുന്നു എന്ന് പറയുമ്പോൾ ചാത്തനാന്ന് പറയുമ്പോൾ ഒരുപാട് ആക്ടിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യാൻ പുള്ളിക്ക് പറ്റും. അതുപോലെ ആക്ടിങ്ങിന് വലിയൊരു ചലഞ്ച് പുള്ളിക്ക് എന്തായാലും ഈ കഥാപാത്രത്തിന് നേരിടേണ്ടി വരും. കാരണം അത് അഭിനയിച്ച് ഫലിപ്പിക്കണേ കുറച്ച് ചില്ലറ പണിയൊന്നുമല്ല. കാരണം വ്യത്യസ്ത ഭാവങ്ങൾ, വ്യത്യസ്ത ഇമോഷൻസ്, വ്യത്യസ്ത സീനുകളൊക്കെയാണ് ഈ ചാത്തൻ ചെയ്യേണ്ടി വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത പാട്ടിൽ ദുൽഖറിനെക്കാട്ടിലും കൂടുതൽ സ്കോർ ചെയ്യാൻ പോകുന്ന ഈ പറയുന്ന ടോവിനായിരിക്കും. ഇനി വെല്ലം വേഷത്തിലൂടെ ടോവിനാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, അയ്യരികളിയായിരിക്കും പുള്ളിയുടെ. സിനിമ മൊത്തം പുള്ളി തൂക്കിയിട്ട് പോകും. കാരണം ഓപ്പോസിറ്റ് വരുന്നതും പുള്ളിയാണെങ്കിൽ പട്ടത്തിന്റെ ലെവലൊക്കെ വേറെ ആയിപ്പോവും. അപ്പോൾ പിന്നെ ഈ മറ്റേ ഇപ്പം നിലവിലുള്ള ചാത്തന് വേണ്ടി കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദുൽഖറിന്റെ ഒടിയൻ ക്യാരക്ടർ എത്താൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയൊരു ഭീകരമായിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ ഭീകരമായിട്ട് പലതും നമുക്ക് പിന്നെ മനസ്സിലാക്കാം, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ഇപ്പം ഇത് കണ്ടപാട് എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആട്ടോ. എനിക്കൊന്ന് ഈ സിനിമ ആദ്യത്തെ സിനിമ കണ്ട ശേഷം അത് എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് വെയിറ്റിങ്ങിനായിരിക്കും. ഇപ്പം കാണാൻ പോകാൻ പറ്റാത്തവർക്ക് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ OTT വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ആൾക്കാർക്കിടയിലും അടുത്ത പാട്ട് ഈ പ്രാവശ്യം പോയി കണ്ടില്ല, അടുത്ത പ്രാവശ്യമെങ്കിലും തിയേറ്ററിൽ പോയി കാണണം എന്ന് തോന്നും. ഈ കാരണം ഇത് OTT വന്നു കഴിയുമ്പോൾ അമ്മാതിരി പടമാണ്. അപ്പോൾ അവരും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ വേറെ സ്റ്റേറ്റിലൊക്കെ ഓടി അത്യാവശ്യം കളക്ഷൻ നേടിയിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും ആൾക്കാർ കട്ട വെയിറ്റിംഗ് ആയിരിക്കും ഈ പടത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ദുൽഖറിന്റെ വെയർഫെയർ ഫിലിംസിന്റെ ഒരു ഐഡിയ ആണ്, പുള്ളിയുടെ തലയിൽ വരുന്ന ഒരു ഐഡിയ. കാരണം ഇങ്ങനെ പീസ് ഇട്ട് കൊടുക്കുക. ആ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ അതിൽ പിടിച്ച് കയറുമെന്നറിയാം. നമുക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതാണ് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അടുത്ത പാട്ടിന് വേണ്ടി കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുക. കാരണം ഈ ലോകം ഇത്രയായി, അപ്പോൾ നമ്മൾ പതുക്കെ മറന്നു തുടങ്ങും അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ അത് മറക്കരുത്, അത് ആക്റ്റീവായിട്ട് നിൽക്കണം. അന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ക്യൂരിയോസിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇങ്ങനെ ഇട്ട് തരികയാണ്. അപ്പോൾ ആ ഇട്ട് തരുമ്പോൾ നമുക്കത് കാണാനുള്ള ആ ത്വര ഉണ്ടാവും, ആ ഇൻട്രസ്റ്റ് വരും. അതുപോലെ തന്നെ നമ്മൾ ആ ക്യാരക്ടറുകളിൽ നിന്ന് മറന്നു പോവുകയില്ല, ആ സ്റ്റോറി മറന്നു പോകില്ല. അപ്പം അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ലോക 2 എന്ന് പറഞ്ഞ സംഭവം ഇട്ടിരിക്കുന്നത്. കാരണം ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ കൂട്ടുക, ആൾക്കാർ ഈ ക്യാരക്ടർ മറന്നു പോകാതിരിക്കുക, അതുപോലെ ആൾക്കാർ ഈ സിനിമ മറക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. കാരണം സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ചിലപ്പോൾ അത്യാവശ്യം ഇതിലും വലിയ കോസ്റ്റ്ലി ആയിട്ടായിരിക്കും, ഇതിൻ്റെ ബഡ്ജറ്റ് വലിയ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പം അത് തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അതിൻ്റെ ബിൽഡപ്പ് ഉണ്ടാക്കി വെക്കണം ആൾക്കാർക്കിടയിൽ. അപ്പോൾ ആ ബിൽഡപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഓരോ ക്യാരക്ടർ റിവീൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓരോ വീഡിയോ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നമുക്കത് കാണാനുള്ളൊരു ത്വരയുണ്ടാവും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പം സംഭവം ഇങ്ങനെ വരാൻ പോകുന്നതെന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ എന്ന്. ഇപ്പം ഇത് കണ്ടാൽ തന്നെ എനിക്ക് വീണ്ടും പ്രതീക്ഷ കൂടി അടുത്ത ആ ഒരു പാട്ടിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഇത്തരം വീഡിയോകളാണ്. അത് അവർ മനഃപൂർവ്വം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ടൈം പീരീഡ് നോക്കി ഇടുന്നതാണ്. കാരണം അപ്പോൾ ആൾക്കാരുടെ ഉള്ളിലേക്ക് അത് പുഷ് ചെയ്ത് ആൾക്കാർക്ക് ഉള്ളിൽ എത്തും ആ സാധനം. അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കട്ട വെയിറ്റിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് സസ്പെൻസ്, ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാക്കും, എന്താണ് അടുത്ത പാട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കട്ട വെയിറ്റ് ചെയ്തിരിക്കും ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഇത് കണ്ടപ്പോൾ തന്നെ വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ ലെവൽ വീഡിയോ ആണ് കേട്ടോ ഇത്. അടുത്തൊരു ക്യാരക്ടറിനെ അവരത് ഇപ്പം നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടർ ടോവിനോയുടെ തന്നെ ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നത്. പറഞ്ഞാൽ ഉറപ്പ് പറയാൻ പറ്റില്ല അറിയാണ്ട്. അപ്പോൾ എന്തായാലും ഒരു വേറെ ഹെവി മാസ് പടമായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ആദ്യ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബഡ്ജറ്റൊക്കെ ഇറക്കി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയെന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റ് തന്നെയാണ് ഇപ്പോൾ പറയുക, 10-40 കോടി. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇത് ഇത്ര വലിയ സക്സസ് ആയി സ്ഥിതിക്ക് അടുത്ത പടത്തിന് കൂടുതൽ കാശിറക്കി, കൂടുതൽ വെറുതെ കാശിറക്കുന്നുള്ളൊരു സിനിമ വന്നാവില്ല. അപ്പോൾ കൂടുതൽ കാശിറക്കിയിട്ട് ഡയറക്ടർ സൈഡിൽ നിന്നാണെങ്കിലും അദ്ദേഹം കൂടുതൽ ടെക്നിക്കലായി ചിന്തിച്ച് കൂടുതൽ ഗ്രാഫിക്സും ഒക്കെ ബെറ്റർ ആക്കിയിട്ട് അടുത്ത പാട്ട് എന്തായാലും ഇറക്കും. അപ്പോൾ അതിനുള്ള പ്രൊഡ്യൂസർ അതിനുള്ള പൈസയും കൊടുക്കും ദുൽഖർ സൽമാൻ. അപ്പോൾ കാരണം ഫസ്റ്റ് പാട്ട് ഒബ്വിയസ്ലി അത് ഭയങ്കര ഹിറ്റാണ്, ഒരുപാട് കളക്ഷൻ, ട്രിപ്പിൾ ഇരട്ടി കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു 30-40 കോടി മുടക്കിയ പടത്തിന് 100-150 കോടി വരും ഫൈനലായിട്ട് ഫിഗർ ഇത് മൊത്തം റൺ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ലോട്ടറിയാണ്. അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മാക്സിമം ഒരു 100 കോടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഹിറ്റാവുന്ന പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയും കിട്ടിയ ശരിക്കും അടുത്ത പാട്ടിൽ നല്ലതായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും വെൽ മേക്ക് ചെയ്തിട്ട് ആ പടം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്.